ചെവിയിലെ ചെപ്പിയെടുക്കാൻ ചെവിത്തോണ്ടി കൊണ്ട് ശ്രമിച്ച ശേഷം ചെവിയിൽ നിന്ന് ചോരയുമായി ചിലപ്പോഴൊക്കെ കർണപടമൊക്കെ പൊട്ടി ആളുകൾ OPയിലെത്താറുണ്ട്. സത്യത്തിൽ ഈ ചെപ്പി സ്ഥിരമായിട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ചെപ്പിയുടെ ആവശ്യമെന്ത്? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെപ്പി അല്ലെങ്കിൽ ചെവിക്കായത്തിന് വാക്സ് അല്ലെങ്കിൽ സെറൂമൻ എന്നൊക്കെയാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ചെവിക്കായം നമ്മുടെ ചെവിയുടെ ഉള്ളിൽ നിറയുന്നത്? നമ്മുടെ ചെവിയുടെ ഉള്ളിൽ സെബേഷ്യസ് ഗ്ലാൻസ്, അതായത് തൊലിക്ക് എണ്ണമയം നൽകുന്ന സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട്. അതുപോലെ തന്നെ വിയർപ്പ് ഗ്രന്ഥികൾ വളരെ മോഡിഫൈഡ് ആയിട്ട് സെറൂമിനസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥികളുമുണ്ട്. അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്ന് വരുന്ന എണ്ണമയം പോലത്തെ സെക്രീഷൻസ്, സ്വെറ്റ് ഗ്രന്ഥികൾ അതായത് സെറൂമിനസ് ഗ്ലാൻസിൽ നിന്ന് വരുന്ന സെറൂമൻ, പിന്നെ ചെവിയുടെ പാടയിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന ചെറിയ തോതിലുള്ള കെരാറ്റിൻ എന്ന ഒരു പദാർത്ഥം, അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന പൊടിപടലങ്ങൾ, അതുമാത്രമല്ല ചെവിയുടെ ചുറ്റുമുള്ള ചെറിയ രോമങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്നാണ് വാക്സ് ഉണ്ടാകുന്നത്. ഈ വാക്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണമുണ്ട്? ചെവിയുടെ സ്കിന്ന് വളരെ നേർത്ത ഒരു തൊലിയാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ വാക്സ് നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ളത്. പുറത്തു നിന്ന് വരുന്ന പൊടിപടലങ്ങളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ തടഞ്ഞു നിർത്താൻ ഈ വാക്സിന് സാധിക്കും. അതുമാത്രമല്ല ഈ വാക്സിൻ്റെ pH ഒരു അസിഡിക് pH ആണ്. ഈ ഒരു അസിഡിക് pHന് ബാക്ടീരിയൽ ഇൻഫെക്ഷനെയും ഫംഗൽ ഇൻഫെക്ഷനെയും ഒക്കെ ചെറുക്കാനുള്ള ശക്തിയുമുണ്ട്. അപ്പോൾ ഈ വാക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നീക്കം ചെയ്യേണ്ട ഒന്നാണോ? പലപ്പോഴും OPയിൽ വന്ന ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ്. ഈ വാക്സ് വളരെ ചെറിയ അളവിൽ മാത്രമാണെന്ന് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് അമിതമായിട്ടുള്ള വിയർപ്പുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും കൂടുതലായിട്ട് വാക്സ് കാണാറുണ്ട്. സാധാരണയുള്ള വാക്സിന് ഒരു ബ്രൗൺ കളർന്ന മഞ്ഞ നിറമാണ്. ചിലർക്കിത് വളരെ ഓയിലി ആയിട്ട് കാണാം. ചിലർക്ക് ഇത് പുറത്തേക്ക് വെള്ളം പോലെ പതിയെ ഒലിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ കുറേ കാലം വാക്സ് ചെവിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ വളരെ കറുത്ത ഒരു കളറും രൂപപ്പെടാറുണ്ട്. പിന്നെ ചെവിയുടെ ഉള്ളിൽ പൂപ്പൽ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ചിലപ്പോഴൊക്കെ ചെപ്പിയുടെ കൂടെ കാണാം. ചെവിയുടെ ഉള്ളിൽ ബ്ലഡ് നിറഞ്ഞാലും ഈ ചെപ്പിയോടൊപ്പം ഒരു ബ്ലഡ് സ്റ്റെയിനിങ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അപ്പോൾ ഈ ചെവിക്കായം നീക്കം ചെയ്യാൻ സാധാരണ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന Q-ടിപ്സ് അഥവാ കോട്ടൺ ബഡ്സ്. ഈ കോട്ടൺ ബഡ്സിൻ്റെ പാക്കറ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ചെവിയുടെ ഉള്ളിൽ ഇടാനുള്ളതല്ല എന്നുള്ളത്. എന്നാലും എല്ലാവരും ചെവിയിൽ Q-ടിപ്സ് ഇടുന്നത് ഒരു ശീലമാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെവിയുടെ ഉള്ളിലെ മൃദുവായിട്ടുള്ള തൊലി മുറിയുകയും ഈ വാക്സ് വളരെ കൂടുതലായിട്ട് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇതേ അവസ്ഥയാണ് ചെവിത്തോണ്ടി, താക്കോല്, തീപ്പെട്ടിക്കൊള്ളി തുടങ്ങിയവയിട്ട് ചെവി തിരിക്കുമ്പോഴുണ്ടാവുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ചെവി ക്ലീൻ ചെയ്യുന്ന പലതരം വീഡിയോസ് കാണാറുണ്ട്. ചെവിയിൽ തീ കത്തിച്ച് വാക്സ് ഉരുക്കുന്ന ഒരു വീഡിയോ, അതുപോലെ തന്നെ ചെവിയിലേക്ക് വെള്ളമൊഴിച്ച് വാക്സ് എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ ലഭ്യമാണ്. പിന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് ബോംബെ തെരുവുകളിലെ ചുവപ്പ് തൊപ്പി അണിഞ്ഞ് ചെവിയുടെ ഉള്ളിൽ നിന്ന് 10-20 രൂപ കൊടുത്താൽ വാക്സ് നീക്കം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം വിദ്യകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ചെവിയുടെ ഉള്ളിൽ മുറിവ് വരികയും കർണപടം തന്നെ പൊട്ടാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ എപ്പോഴാണ് ഈ ചെവിക്കായം നമ്മൾ നീക്കം ചെയ്യേണ്ടത്? ചെവിയുടെ ഉള്ളിൽ അടപ്പ് തോന്നുക, കേൾവിക്കുറവ് അനുഭവപ്പെടുക, വളരെ ടൈറ്റ് ആയിട്ടുള്ള വാക്സ് അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചെവിയിൽ മൂളലും തലകറക്കവും വേദനയും ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാക്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ഉള്ള രോഗലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഇതിനായിട്ട് പരിശീലിച്ചവരെ കൊണ്ട് മാത്രം വാക്സ് എടുപ്പിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ചെവിയുടെ സ്കിന്നിനോ അതല്ലെങ്കിൽ കർണപടത്തിനൊക്കെ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് ചെവി ക്ലീൻ ചെയ്യാനായിട്ട് ENT ഡോക്ടറുടെ അടുത്ത് പോവേണ്ട ഒരു കാര്യവുമില്ല. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടെ വാക്സ് നിറയുന്ന ആളുകൾ മാത്രം, അതല്ലെങ്കിൽ വളരെ ചെറിയ കനാലാണ്, ചെവിയുടെ ഉള്ളിലെ വളവും തിരിവിനും ഒക്കെ വ്യത്യാസമുണ്ട്, ഈ കൂട്ടർക്കൊക്കെ ഇടയ്ക്കിടെ ചെവി ക്ലീനിങ് ആവശ്യമായിട്ട് വന്നേക്കാം. അതല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ചെവി കൂടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ആ നനഞ്ഞ തോർത്തിൻ്റെ അറ്റം കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ ഒരിക്കലും കോട്ടൺ ബഡ്സ് ചെവിയിൽ ഇടാതിരിക്കുക. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു കഴിയുമ്പോൾ ചെവിയുടെ പിന്നിലും കുഞ്ഞു മടക്കുകളൊക്കെ ഒന്ന് നനഞ്ഞ ഒരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് മാത്രമേ കുട്ടികളുടെ ചെവി ക്ലീനിങ്ങിനെ സംബന്ധിച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ് വാക്സ്?
എപ്പോഴൊക്കെയാണ് ഈ വാക്സ് നീക്കം ചെയ്യേണ്ടത്, എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാക്സ് നീക്കം ചെയ്തുകൂടാ, എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ വാക്സ് നീക്കം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വാക്സ് നീക്കം ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. Q-ടിപ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.